ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വീട്ടിൽ തന്നെ നമുക്ക് ചിക്കൻ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്കുള്ള ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. പൊട്ടാറ്റോയിൽ പിടിക്കാനുള്ള ഉപ്പാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 2 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതിനൊരു 3-4 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഓവറായി വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരു 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊട്ടാറ്റോ വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് പൊട്ടാറ്റോ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തുണി വെച്ച് തുടച്ചൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. നമ്മൾ പൊട്ടാറ്റോ എല്ലാം ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. പൊട്ടാറ്റോസ് എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ചിക്കൻ റോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 kg ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ടൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനിയൊരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ചിക്കനിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമൺ പിഴിഞ്ഞതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി ചിക്കനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചിക്കനിൽ നന്നായി മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 1/2 hour ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കനിൽ മസാലകളെല്ലാം നന്നായിട്ട് പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 1/2 hour ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത് വെച്ചാൽ അതേ ഓയിലിൽ തന്നെ നമുക്ക് ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കനെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡൊന്ന് മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു സൈഡൊന്ന് ചെറുതായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് അതൊന്ന് മൊരിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ ചിക്കനെല്ലാം ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് റോളൊന്ന് സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പൊറോട്ടയ്ക്ക് പകരം ചപ്പാത്തി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. പൊറോട്ടയിലാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് പൊറോട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു പീസ് ക്യാബേജ് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചതാണ്. ഒരു സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അല്പം മയോണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് റെഡിയാക്കി വെച്ചതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം ഈ പൊറോട്ടയിലോട്ട് അല്പം മയോണൈസ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മിഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ചിക്കൻ ഇട്ട് കൊടുക്കണം.
ഇനി അല്പം സവാള ചേർത്ത് കൊടുക്കാം. ഇനി കാബേജ് അല്പം ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി അല്പം ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അല്പം മയോണൈസ് കൂടെ ഇതിന് മുകളിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊറോട്ടയൊന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അല്പം മയോണൈസും കൂടെ മുകളിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഓരോ റോളും നമുക്ക് റെഡിയാക്കി എടുക്കണം. ചിക്കൻ റോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്ക് പൊറോട്ട ഇല്ലെങ്കിലും വീട്ടിലുള്ള ചപ്പാത്തി വെച്ചിട്ടും ഇതേപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്